ഈശ്വരാ, ഇത് വെരി ഡേഞ്ചറടാ. അമ്പോ, ഇതായത് നോക്കുമ്പോ ഇതേ കടും കുത്തനെയാണ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ മേലെ കൂടെ പോയിരുന്ന പാലം കാണണ്ടങ്ങള് ആവുമ്പോൾ കൂടെയാണ് നമ്മൾ നേരത്തെ പോയിരുന്നത്. ഇതിന് വലിയ ഗ്യാപ്പൊന്നുമില്ലേ? ഇതിനകത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാവും. നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചിരുന്നത് അതുകൊണ്ട് അവിടെ ആയിരുന്നു. ചുറ്റുമുള്ള വ്യൂ ആണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. ഒട്ടും വെളിച്ചമല്ല. കുക്കുവിനൊക്കെ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫ്ലാഷ് കൊണ്ടാണ്. മേലേക്ക് കാണുന്നല്ല. അമ്പോ, ഇതെന്തോടെ? ഓ, ഒരു പാറേൻ്റെ പക്കിലൂടെ ഉണ്ടാക്കിയ വഴികളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഇതെന്താ അറിയോ, ഇവിടെ ഒരുപാട് കല്ലുകൾ അട്ടിയിരുന്നു. നമ്മൾ പർവ്വതമലയ്ക്കും കൊണ്ടരെങ്കിലൊക്കെ പോയപ്പോൾ ഇതുപോലെ കാണിച്ചതായിരുന്നു. ഒരു ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പുളിയംകൊണ്ടിലാണ്. പുളിയംകൊണ്ട് റോക്ക്. ഇന്നലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണെന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്, നമ്മളെ കൊണ്ട് ഇവിടെ സ്റ്റേ ഇല്ല, ഇവിടെ പാർക്കിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയെന്ന് പറഞ്ഞ വീഡിയോ ആയിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഭാഗ്യവശാൽ ഒരു പാർക്കിംഗ് നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ മല കയറാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മുടെ സാധാരണ ലോക്കൽ ഇപ്പോൾ ഇതാണല്ലോ, സൈഡിൽ ഈ 2 കർട്ടൻ ഇടുക, എന്നിട്ട് വണ്ടി ഇങ്ങനെ ഭദ്രമാക്കി വെച്ചിങ്ങനെ കൊക്കു കല്ലും വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കമാണ്. ചെറിയൊരു ചുരം പോലെ കേട്ടോ ഈ വഴി എന്ന് പറയുന്നത്, ചെറിയൊരു ചുരം പോലെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ കാണിച്ചിരുന്നു, ഇങ്ങോട്ടുള്ള വഴിയും കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പാർക്കിങ്, നമ്മൾ പാർക്കിങ്ങിൽ നിന്നത് ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്, സ്വയംഭൂവിൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നു ഞങ്ങളുടെ പാർക്കിങ്. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെ നല്ല രസമാണ്. രാവിലെ തന്നെ എന്താ പറയുക, ക്ഷേത്രത്തിലെ പാട്ടൊക്കെ കേട്ട് ഞാനും കുക്കും ഉണരുന്നതും കിടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടേക്ക് കയറാൻ വേണ്ടി വണ്ടി നിർത്താൻ വേണ്ടി പാർക്കിങ് നോക്കിയിട്ട് കിട്ടണ്ടേ, ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അവിടെ ഒരു ക്ഷേത്രത്തിൽ പാർക്കിങ് കിട്ടി. അവിടെയാണ് ഇന്നലെ കിടന്നത്. നല്ല ഒരു സുഖമായ ഒരു സ്ഥലമല്ലേ, നല്ലൊരു ഒരുപാട് സ്ഥലമുള്ളൊരു ക്ഷേത്രമാണ്. കൊതുകില്ല, എല്ലാം കൊണ്ട് സൗകര്യമായിട്ട് കിട്ടിയൊരു ക്ഷേത്രമായിരുന്നു. അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യമൊക്കെ എല്ലാം സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറച്ച് അഡ്വഞ്ചറാണിത്. ഇത് ഞങ്ങളിവിടെ ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ, ഇവിടുത്തെ ആളുകളോടല്ല, അവിടെ തമിഴ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് റിസ്ക്കാണ് മക്കളെ എന്നുള്ളതാണ്. എന്തായാലും പോയി നോക്കാം. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ വണ്ടി നിർത്താറുണ്ട് കേട്ടോ. മേലേക്ക് കുറച്ച് മുന്നോട്ട് വണ്ടി പോവും, പക്ഷേ നമ്മൾ ഓട്ടോ ആയതുകൊണ്ട് എടുത്ത് പോരാഞ്ഞത്. ഇങ്ങനെ ഇത്ര റിസ്ക് പിടിച്ച് പോരണ്ടേ. മല നോക്കിയേ, ഒരു പാറയാണ്. ഇതിനെ ശിവലിംഗം എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇതിൽ അങ്ങോട്ടും വഴി കാണുന്നുണ്ട്, പക്ഷേ ഇതായിരിക്കും ശരിക്കുള്ള വഴി. ഇവിടെയാണോ സ്റ്റാർട്ടിങ് ആണല്ലേ? ഓ, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഈശ്വരാ ഭഗവാനെ, അമ്പം കുറേയുണ്ട്. തല ഇങ്ങനെ പിടിക്കണോ, ഉപ്പ് നോക്കണ്ട, തല പരമാവധി പൊന്തിച്ച് പിടിച്ചാൽ നോക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത്രയും ഹൈറ്റിലാണ് കിടക്കുന്നത്. ഓ, അസാധ്യം. ഒരു ഫോറസ്റ്റ് വൈബ് ഏരിയയാണ് ഉണ്ടാ, ഒരു ഫോറസ്റ്റ് വൈബ് ഏരിയയാണ്. ഇവിടെ ദേവിയുടെയൊക്കെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാ. എന്നാൽ ഞങ്ങളിവിടെ നിന്ന് കയറുകയാണ്. അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത് അത്ര റിസ്ക് ആയതുകൊണ്ടാവാം അധികം ആളുകളൊന്നും ഇല്ലാത്ത. പർവ്വതമലയ്ക്കൊക്കെ ആളുണ്ടായിരുന്നു, പക്ഷെ ഇവിടേക്ക് ആളധികമില്ല. കുറച്ച് ദൂരം കയറിയിട്ട് ലാൻഡ് ഉണ്ട്. ആ ലാൻഡിലെത്തി ഇതുവഴി അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ്ട ആ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, അതിലങ്ങനെ പോകും നമ്മൾ മേലേക്ക്. ഇപ്പം തന്നെ നല്ലൊരു വ്യൂ ആയിട്ടോ, നല്ല വ്യൂ ആയി. താഴത്തുള്ള ഗ്രാമവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ വന്നിരുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ നിന്ന ക്ഷേത്രമാണ് കേട്ടോ അവിടെ. ആ കാണുന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ നിന്നത്. ഓക്കെ, പോയി നോക്കല്ലേ, കയറിക്കോ. കമ്പികളൊക്കെ ഉണ്ട്, പിടിച്ച് കയറി പോവാനേ സുഖമായിട്ട് കയറി പോകാം. ഇവിടെയൊക്കെ നല്ല സിമൻറ്റ് കൊണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയതാണ്. ഇവിടെയൊന്നും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ. ഇവിടെ എവിടെയാണ് ടൈറ്റ് വരുന്ന അറിയില്ല, പക്ഷേങ്കിൽ ഇതൊക്കെ ടൈറ്റ് തന്നെയാണ്. കാലിൻ്റെ തുടയ്ക്ക് വേദന വരുന്നുണ്ട്. ഓ, ഇതുപോലെ നമ്മൾ കയറിയിരുന്ന കൊണ്ടരങ്കിയാണല്ലേ? കൊണ്ടരങ്കി ഇതേപോലെ തന്നെ ആയിരുന്നു. അന്ന് കുറേ കയറിയത്. തമിഴ്നാട്ടിലൂടെ പോയെന്നാട്ടോ ഇഷ്ടം പോലെ ട്രക്കിങ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്.
നമ്മൾ ഫോട്ടോഗ്രാഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും എടുത്തു തന്നെയുള്ളൂ. എന്നാൽ തമിഴ്നാട് പോയപ്പോൾ നമുക്ക് കയറാൻ പറ്റാഞ്ഞ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കയറിപ്പോന്നല്ലേ. എന്താണ് യൂട്യൂബേഴ്സിൻ്റെ പേര് കൊടുത്തു. ഓ ഇവിടെ നമുക്കിങ്ങനെ ഒരു പാറയുടെ ഒരു പക്കാണിത്. ഇവിടെ തന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. എന്താ ഓ അടിപൊളി മക്കളെ വ്യൂ. ഇപ്പം തന്നെ എന്നാ വ്യൂ ഇപ്പൊ അവിടെ നോക്കടാ. ഓൻ്റെ മോനെ നമ്മളെ വണ്ടി അവിടെയാണ് കിടക്കണേ. ഒരുപാട് താഴെയാണ്. എന്താ അറിയോ, ഇവിടെ ഒരുപാട് കല്ലുകൾ അട്ടിയിരുന്നു. നമ്മൾ പർവ്വതമലയ്ക്കും കൊണ്ടരെങ്കിലൊക്കെ പോയപ്പോൾ ഇതുപോലെ കാണിച്ചതായിരുന്നു. ഒരുപാട് കല്ലുകൾ ഇങ്ങനെ അട്ടിട്ടേക്കണണ്ടാ. ഇത് ഇവരുടെ അതായത് വരുന്ന ഭക്തര് അവരുടെ ഒരു വഴിപാടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. വീട് വെക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലുകൾ നട്ടി വെച്ചിട്ട് വീട് വെക്കാൻ പറ്റണേ എന്ന പ്രാർത്ഥന അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ മുന്നിൽ. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനോട് പറയുവാണ്, ഭഗവാനോട് ആവശ്യപ്പെടുവാണ്. നമുക്ക് എന്തായാലും ഞാനും തന്നെ കുറച്ച് കല്ല് കട്ടി വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് കല്ലുകളുണ്ട്. നമുക്ക് ഇവിടെ ചേരാം. നമ്മൾ വെച്ചേമെന്ന് എടുക്കണ്ട കേട്ടോ. ഇതൊരു സംഭവമാണ്. നമ്മൾ കൊണ്ടരെങ്കിലൊക്കെ ചെയ്തിരുന്നത്. അയ്യോ അത്ര മതി, നമുക്ക് അത്ര മതി. ബുക്കിന് അട്ടിയിടണോ? നിങ്ങൾക്ക് അട്ടിയിടണമെങ്കിൽ അട്ടിട്ടോ. അത് രസമായിട്ട് ചെയ്താൽ മതി. കണ്ടാ അതിനകത്ത് കൂടെ ഒക്കെ ഫുള്ള് അട്ടി വെച്ചേക്കുവാണ്. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. കണ്ടാ ഓക്കെ. അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ അട്ടി വെച്ചിട്ടോ. ഇനി നമ്മൾ ഇതുവഴിയാണ് കയറി പോകുന്നത്. ഇനിയാണ് നമുക്ക് റിസ്ക് ആരംഭിക്കുന്നത്. ശരിക്കുള്ള അഡ്വഞ്ചർ സ്റ്റാർട്ടാവുന്നത്. എന്താ പോ ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഉണ്ടല്ലേ. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ധാരാളം വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തരും നമ്പറും പേരൊക്കെ എഴുതി വെച്ച് വൃത്തിയോടാക്കിയിട്ടുണ്ടല്ലോ. പോകുന്ന വഴിയാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇനി കാറ്റുണ്ടല്ലേ, ചെറിയൊരു കാറ്റില്ല ഇപ്പോൾ. തേനീച്ചുണ്ടല്ലോ. തേനുണ്ടോ? ശ്രദ്ധിക്കണ്ട നടക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ സ്ലിപ്പായി കഴിഞ്ഞാലേ കൂന്നിട്ടൊക്കെ പോരാൻ വേണ്ടി കഴിയുള്ളൂ. കണ്ട ആദ്യമ തലമുട്ടല്ലോ കേട്ടോ. തലമുട്ടി കഴിഞ്ഞാൽ പോവും. താഴത്തേക്ക് പോയാലേ പണിയാവും. താഴത്തേക്ക് പോയാൽ മേലേക്ക് പോവാം. കാരണം അങ്ങനെയാണ് അവസ്ഥ. ഉണ്ടാ ഇത്രയും താഴ്ചയുണ്ട്. ഓ ഒരു പാറേൻ്റെ പക്കിലൂടെ ഉണ്ടാക്കിയ വഴികളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഏതായാലും ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തലമുട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം കൂന്നിട്ട് വേണം പോവാ. അയ്യോ അങ്ങനെ ഒരു ലാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കണം. ഓ ഈ ലാൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് സാഹസികത നിറഞ്ഞൊരു കയറ്റമാണ്. ഈ ആടാ ഓഹോ എങ്കടാ പോറ ഇത് എവിടേക്കാ കഴിച്ചണ്ടാ. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലേ ഓ അതുണ്ടാ ഗ്രില്ലിട്ട് വെച്ചേക്കുവാണ്. ഇതിലൊക്കെ ചാടി പോകാതിരിക്കാൻ. നമ്മൾ തന്നെ ചാടി പോകാട്ടോ, വേറെ ആരുമല്ല. ഇവിടെ ചെറിയ ലാൻഡല്ലേ. അമ്പോ ഇതെന്തോടെ ഇതെവിടേക്കാ കയറിപ്പോ? ഓ ആടാ കയറി വാ. എന്താണ് എവിടെയാണ് ആരട് ഈശ്വര. എന്നാലും ഇവിടെ ഒക്കെ ഇത്രയും മലൻ്റെ മേലെ ഇത്ര ഇൻഡസ്ട്രി വർക്ക് ഇത്ര സ്റ്റെപ്പും കാര്യമൊക്കെ ചെയ്ത് അത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സുരക്ഷിതത്വം കഴിയുന്ന രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഓ കയറിപ്പോവാം. പൊന്നു എന്താ ഹൈറ്റ്? കടും കുത്തനെയാണത്. കടും കുത്തനെ. അതാണ് നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുന്ന വഴി കേട്ടാ. ഒരു ഇടയാണ് കണ്ട. ഒരു പാറയുടെ 2 പാറയുടെ ഇടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങ് മേലേക്ക് പോകണം. അവിടെ ഉണ്ടോ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ.
ഗായ്സ് ഇതിലൊക്കെ ചെരിഞ്ഞ് പോക്ക് പറ്റുള്ളൂ കേട്ടോ. അയ്യോ അതിലൊരു ഗ്യാപ്പ് ഉണ്ട്, അത് ചെറിയ നിസ്സാര ഗ്യാപ്പാണല്ലോ. ഇതാ വാടാ കേറി വാ. കടും കുത്തനെയാണ്. കാരണം നമുക്ക് കൈയൊക്കെ ഫ്രീ ആക്കിയിട്ട് വേണ്ട കയറാം. ഇതുപോലെ നമുക്ക് ബാഗ് ഉണ്ടാകുന്ന സുഖം. നമ്മൾ ഇപ്രാവശ്യം ബാഗൊന്നും എടുത്തില്ല. അതിൻ്റെ അകത്ത് എന്താ സൗണ്ടൊക്കെ കേൾക്കണ്ടേ? വവ്വാലുകളുടെ സൗണ്ട്. ഈശ്വരാ ഇത് എവിടേക്കാ പോകുന്നത്? ഇത് എവിടേക്കാ പോകുന്നു? അണ്ട ഒരു പാറയുടെ ഈ ഒരു ഇടയാണ്. ഇത് 2 പാറയാണ്. 2 പാറയുടെ ഗ്യാപ്പിലായിട്ട് നമ്മൾ പോകുന്നത്. എന്താ ഈ ഇങ്ങനെ സ്റ്റെപ്പ് ഇവിടെ പടുത്തുണ്ടാക്കിയോ പോലെ. ഇറങ്ങാൻ കയറാനൊക്കെ റിസ്കനെ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറങ്ങാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ, ഈ വഴി തന്നെയല്ലേ ഉള്ളൂ. ആടാ മേലെന്നൊക്കെ എന്തൊക്കെ. ഈശ്വരാ ഇരുടാണല്ലോ. ടോർച്ചില്ല പെട്ടോ. ഇറങ്ങി വയ്യാറ് എത്ര ഓക്കെ. ഗായ്സ് അയ്യോ മേലേക്ക് കാണുന്നല്ല. പറഞ്ഞേ ആര് പറഞ്ഞിരുന്നു? ഏത് വാശിയില്? ഇത് ഈ ഇടയിലൊക്കെ ഇവരെങ്ങനെ ചെയ്ത്? ഇത് സ്റ്റെപ്പാണേ. എന്താ ഇത് ഇടയിൽ എങ്ങനെ ചെയ്ത്? ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാൽക്കൂട്ടാണ്. അവിടെ കണ്ടാ ശബ്ദം കേൾക്കുന്നത്. അവിടെ സ്മെല്ലും ഉണ്ട്. വല്ല പാമ്പും ഉണ്ടാവാ. ഒട്ടും വെളിച്ചമല്ല. കുക്കുവിനൊക്കെ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫ്ലാഷ് കൊണ്ടാണ്. മൊബൈൽ ഫ്ലാഷ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ വെളിച്ചം കാണുന്നുണ്ടാ? ആ ഒരു വെളിച്ചത്തേക്ക് നമ്മൾ എത്തണം. ഒരു ബിന്ദു അവിടേക്ക് എത്തണം. ഇതിലൊക്കെ ഉണ്ടാ വവ്വാലുകളുടെ ശബ്ദം ഭയാനകമാണ്. ഭയാനകമാണ്. എവിടെ അങ്ങോട്ട്? ആ അതിലല്ലേ ആടാ കടന്നു തിന്നത് പോലെ. നമ്മളത് കഴിഞ്ഞു. ഇനി കയറി പോവാ. സ്റ്റെപ്പാണ്. കുഴപ്പമില്ല. വെളിച്ചം കണ്ടു തുടങ്ങി. ഫ്ലാഷ് ലൈറ്റ് ഒന്നും വേണ്ട. ഉണ്ടാ വെളിച്ചം കണ്ടു. എവിടെ? ആ യാടാ നമ്മൾ പോകുന്ന വഴിയാട്ടത്. ഒരു കല്ലൊരു പാറ ഇട്ടണോണ്ടാ. ഒരു പാറ കഷ്ണം ഇതിനുള്ളിൽ കൂടെ ഇവിടെ നിന്നൊക്കെ വീണതാവാതെ അവിടെ ടൈറ്റായി നിൽക്കുവാണ്. എന്താ പോരുന്ന വഴിയാണ്ട. ഈ മലയുടെ പേര് പുളിയംകുണ്ട് റോക്ക് എന്നാണ്. പുളിയംകുണ്ട് മല എന്നാണ്. പുളിയംകുണ്ട് പാറ ഓക്കെ. പുളിയംകുണ്ടാണ്. ഇത് ആന്ധ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രയിൽ ഏത് ജില്ല എന്നൊന്നും എനിക്കറിയില്ല. തമിഴ്നാടിൻ്റെ അടുത്താണ്, ബോർഡറിലാണ്. വൈകിയുണ്ട്. ഇനി പോകാനുള്ള വഴിയുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് ചെയ്തിരിക്കും അല്ലേ? അതെ. പിന്നെ അവിടെ കാണും. ഇവിടെ ഒരു ഇവിടേക്ക് ഇറങ്ങി പോവാടാ. അതിലിറങ്ങി പോവാം. നമുക്ക് റിട്ടേൺ ആയില്ലാക്കല്ലേ? ആക്കുന്ന സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ അവിടെ ഭയമാ ഉണക്ക്. അല്ല അവിടെ കൊടുത്തുണ്ട്, ഇവിടെ കൊടുത്തില്ല. അങ്ങനെ കയറി എത്തിട്ടാ പാറന്റെ മേലേക്ക്. അയ്യവാ വെളിച്ചം കണ്ട് നമ്മളെ പാറയുടെ മേലേക്ക് എത്തി. അണ്ടാ ഫുള്ളായില്ല. ഇനി ഇതിൻ്റെ മേലേക്ക് ഇനിയും കയറി പോവാണ്ട്. അതുപോലെ അങ്ങോട്ടേക്ക് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെയും കയറാണ്ട്. അപ്പോൾ വ്യൂ ഒക്കെ അടിപൊളി സെറ്റായി മാറിയിട്ടുണ്ട്. കണ്ടാ വ്യൂ ഒക്കെ ഒരുപാട് ചുറ്റി വന്നതേ. അതെ, ഞാൻ ഈ എന്താ മലയ്ക്ക് ചുറ്റിനും റോഡുണ്ട്. നമ്മൾ ആ റോഡ് കൂടെ ഒക്കെ ചുറ്റിക്ക് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് മെയിൻ റോഡാണ് ആ കാണുന്നത്. ചെറിയൊരു കാറ്റുണ്ടല്ലേ. ഏറ്റവും ടോപ്പിക്ക് പോയാലോ? ഞങ്ങൾ ഏറ്റവും ടോപ്പിക്ക് പോയിട്ടാണ് ഇവിടേക്ക് പോകണം കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ഇതിലെ ഇത് കയറിപ്പോ. ഇതൊക്കെ കണ്ട ഞങ്ങൾ വള്ളയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ?
ഇനി ഇത് എന്താ വഴിപാട് നമുക്കറിയില്ല. എവിടെ? ആ തൊട്ടിലെത്തിയിട്ടുണ്ടല്ലേ, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാവാതെ. അപ്പോൾ ഇതൊക്കെ ഓരോ വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ്. അവരുടെയൊക്കെ വഴിപാട് സാധിച്ചു കൊടുക്കട്ടെ അല്ലേ, ഇതൊക്കെ നേർച്ചകൾ സാധിച്ചു കൊടുക്കട്ടെ. അയ്യോ, പിന്നെ അകത്താണ് വവ്വാലി കൂട്ടം. ഇതിലാണ് നമ്മൾ കയറി പോകുന്നത്. സ്മെല്ലടിക്കണ്ട അവിടെ അല്ലേ. ഇനി ഇതിലെങ്ങനെ കയറി പോകണം. നമ്മൾ അവിടെ ഉള്ളൊരു വ്യൂ, ഇവിടെ ഉള്ളൊരു വ്യൂ ഉണ്ട്, ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഉണ്ടോ, ഇത് വേറൊരു പാറയാണ്. ഈ പാറയുടെ നമ്മളിതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇതിൻ്റെ അടിഭാഗത്തൂടെ നമ്മൾ പോകുന്നത്. ഓ ഷെമ്മാടാ. ഉണ്ടോ, ഇതാണ്ടോ നിങ്ങൾ. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഭാരതി മോണിക്ക. ഓക്കെ അമ്പിട്ട് അമ്പേത് അമ്പും ബില്ലും കുറേ ഉണ്ട് കേട്ടോ ഇതില്. ഇതിന് വേണ്ടി പെയിന്റും കൊണ്ട് പോരല്ല. ഓ മോനെ, ലൈറ്റ് കോടയാണ്. അതായത് ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്ന കോടയല്ല, ലൈറ്റ് കോടയാണ്. സുമ്മാ വ്യൂ മോനെ, പൊളി. ആടാ മേലൊക്കെ ഫുള്ള് കമ്പി വെച്ച് സെറ്റാണ്. ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗാണല്ലോ കൊടുത്തുന്നത്. ഇന്ത്യൻ്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ, വലിയ ഹൈറ്റിൽ കൊടുക്കുന്നുണ്ട്. നന്നായി, രസമായി. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെയിൽ കൊള്ളാതെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇതിലൊക്കെ ആരോ ഇട്ട് കളിച്ചിട്ടുണ്ട് അവർ, ഇതിലൊക്കെ ആരോ ഇട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇത്ര ദൂരം വന്നിട്ടില്ല. ഇവിടെയൊക്കെ ആരോ ഇട്ടേക്കാണ്. ഇവിടെ വെള്ളമുള്ളൊരു സ്ഥലം കേട്ടത്, അതായത് ഈ പാറിൻ്റെ മേലെ വെള്ളമുള്ളൊരു സ്ഥലമാണത്. ഇനി മേലേക്കൊക്കെ ഉണ്ടാവും. ആമ്പലുണ്ടല്ലോ ഇതിൽ, ആമ്പലല്ലേ താമരയാ? അയ്യ, ചുറ്റുമുള്ള വ്യൂ ആണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. എന്ന വ്യൂ. ആ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലേക്ക് എത്താനായി നമ്മൾ. ഇവിടെയൊക്കെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഏറ്റവും മുകളിലെത്തി. ക്ഷേത്രമാണിത്. മുകളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ഉണ്ട, സാധ്യ വ്യൂ ആണ്. ഞങ്ങളൊന്ന് തൊഴിലിട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചിരുന്നത് അതുകൊണ്ട് അവബോടെ ആയിരുന്നു. കണ്ട അതൊക്കെ എത്രങ്ങാനും താഴ്ചയില. ഒരു ക്ലിയർ കുറവ് എന്താ അറിയോ, ഒരു എന്താ പറയുക, അന്തരീക്ഷത്തിൽ മൊത്തത്തിലൊരു കോടയുടെ അപാകത ഉണ്ട് അല്ലേ. ലൈറ്റ് കോട ഇങ്ങനെ സ്മോക്കായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, പുക പാറി കിടക്കുവാണ്. ഇതാണ് ക്ഷേത്രം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അയ്യപ്പ ക്ഷേത്രം ആവുന്നതാണ്, പക്ഷേ എങ്കിൽ അല്ല കേട്ടോ, ശിവനാണ്, ശിവക്ഷേത്രമാണ്. ഞാൻ ക്ഷേത്രത്തെക്കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ താഴെയും ശിവനാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല, പാർക്കിങ്ങിൽ ശിവനാണ്. എന്തായാലും ഞങ്ങൾ തൊഴുതു. ഇനി നമ്മൾ അപ്പുറത്തെ മനോക കൊടി കുത്തിയിട്ടാക്കണം, അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ ഒന്നും കൂടി രസമാണ്. കുക്കൊക്കെ ബേജാറാവും, കാണിച്ചു തരാം. ക്ഷേത്രം നിൽക്കുന്ന കണ്ട, ഇത് 3 പാറകളാണ് കണ്ട, 3 പാറകളാണ് കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മൾ നിൽക്കുന്നത് ഒരു പാറയിലാണ്. അങ്ങനെ ഒരുപാട് പാറകൾ കൂടി ചേർന്നിട്ടാണിത് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ കല്ലുകൊണ്ട് ഒരു പാലം പോലെ മേലേക്ക് കല്ല് വെച്ചേക്കുവാണ്. ഇതിനകത്തേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാവും, രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. തലയൊക്കെ അടിച്ചേ നമ്മൾ പോവുള്ളൂ. ഒരുപാട് കുപ്പിയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അല്ലേ. ഇവിടെ ഇത്രയും നേരമായിട്ട് ഞാനും കുക്കും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരണമെന്ന് കരുതുവാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് പാലക്കാട്ട് നിന്ന് ഏകദേശം 300 കിലോമീറ്ററോ 400 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ ബൈക്കിനൊക്കെ കാരണം എങ്ങനെ വന്നാലും ഇപ്പം ഞങ്ങൾ നിന്നിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉള്ളൂ ഇവിടെ സ്റ്റേ കിട്ടുക. നമുക്ക് ക്ഷേത്രത്തിന് അടുത്തൊരു സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൂ. അവിടെ നിന്ന് 1 കിലോമീറ്റർ ക്ഷേത്രത്തിക്കുള്ളൂ. ഇതിൻ്റെ മേലെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പുലിയും കൊണ്ട് ക്യാമ്പിങ്, അതായത് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ കാണാൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ അത് ഫേക്കാണ്, അതിലില്ല. ആ സ്ഥലത്തേക്ക് ഞാൻ പോയി, അവിടെ അവർ അതിനെ അനുവദിക്കണില്ല. അത് സംഭവം ശരിയാണ്, ഗവൺമെൻറ് എന്തോ സംഭവമാണ്. പക്ഷേ എങ്കിൽ അവിടെ ഒന്നും അവർ നിൽക്കാൻ വേണ്ടി നമ്മളെ നിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല. നമുക്ക് നിൽക്കണമെന്ന് കണ്ടാൽ നിങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനാ പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തേക്ക് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ റൂം വേണമെങ്കിൽ റൂമുണ്ട്. ഇനി അത് വേണ്ട, നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് നിൽക്കണമെങ്കിൽ ടെൻ്റ് അടിച്ച് നിൽക്കാം. അതല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പോലെ ഓട്ടോ ലൈഫോ വാൻ ലൈഫൊക്കെ ചെയ്യുന്ന ആൾ വണ്ടിയിൽ തന്നെ കിടക്കണമെങ്കിൽ അങ്ങനെയും കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുക്ക് എന്താ താങ്ങി പിടിച്ചിരിക്കണേ? ഈ മല്ലയോ നീയോ? യാടാ ഫോട്ടോ വേണോ? ഒരാൾ തപ്പം കയറി വരുന്നു കേട്ടോ. ഒരാളാണ് ഇപ്പോൾ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് നമ്മൾ കാണുന്നത്.
വേറെ ആരും നമ്മൾ കണ്ടില്ല. ഓ മക്കളെ, ഗൈസ് ചെക്കന്മാരെ ഇത് കണ്ടോളി. ഇനി നമ്മൾ ഈ പാറയിൽ നിന്ന് ആ പാറയിലേക്കാണ് പോകുന്നത്. അതിനു വേണ്ടി കെട്ടിയുള്ള ബ്രിഡ്ജാണിത്. ഞാനും പോയി നോക്കട്ടെ കേട്ടോ. അത് ഞാൻ പോക്കുന്നത് ഈ വന്നാൽ മതി. ഓക്കെ ഈശ്വരാ, ഇത് വെരി ഡേഞ്ചറടാ. അമ്പോ, ഇത് താഴത്തേക്ക് നോക്കുമ്പോ അത് ഇവിടെ നിന്നാണ് പറഞ്ഞത് താഴത്തേക്ക് നോക്കരുത്. ഈശ്വരാ, ഇതുമ്പോ മുട്ടുത്തിയൊക്കെ പോകുള്ളൂ. കാലിലോട്ടൊക്കെ നോക്കിട്ട് പേടിയാ. നോക്ക്, രണ്ടാൾ വെയിറ്റൊക്കെ താകാവോ. നമ്മളുടെ പിന്നെ കനല്ലാത്ത ആൾക്കാരെ അതൊരു തിരക്കല്ല. ഈശ്വരാ മക്കളെ, ഇത് പൊള്ളിയാണ് കേട്ടോ. ഇത് രക്ഷയില്ല. കുറച്ച് ദൂരേ ഉള്ളൂ ഇത്. പക്ഷേ ഇത് ഒരു പാറയിൽ നിന്ന് അപ്പുറത്തെ പാറയിലേക്ക് അവരുണ്ടാക്കിയതാണ്. അതെ ചോടാ, ഇവിടേക്കൊക്കെ ആർക്കും വരാട്ടോ, ആർക്കും വരാം. ആന്ധ്രയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ വേണ്ട നടന്നു പോകാൻ ഇവിടെ നിൽക്കണ്ട. എന്താ ചെയ്യാ? ആടാ, ഈ നമ്മൾ നിന്നിരുന്നത് ക്ഷേത്രം നിൽക്കുന്നത് ഈ പാറയിലാണ്. നമ്മൾ അതുമ്പോൾ ഇതുമ്മയ്ക്ക് വന്നതാണ്. ഇതിലില്ല, അതിലാണ് തോന്നുന്നു പോയി. ഇനി അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗിൽ ഇടത്തേക്ക് പോവാം. ഉള്ളിലേക്ക് മേലേക്ക് പോയേക്കാം. ഓക്കെ എന്തായാലും പരമാവധി ഇതുമ്മ കഴിയുന്ന രീതിയിലുള്ള സേഫ്റ്റി അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതുമ്മലൊക്കെ പോയി തല കുത്തി കഴിഞ്ഞാൽ പണിയാവും. ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ അടിച്ച് താത്തിയേക്കാണ്. അതിനകത്തേക്കണ്ട അടിച്ച് താത്തിയേക്കുവാണ് പാറയ്ക്ക്. അടിച്ചാണ്ടാവില്ല, ഡ്രില്ല് ഉപയോഗിച്ചോ എങ്ങനെയൊക്കെ താത്തിയതാവും. ഉണ്ടാ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. കയറാനുള്ള വഴി കുറച്ച് റിസ്ക് ആണല്ലോ. ഇതിന് ഉള്ളില്ലാത്തൊരു മരം. ഉള്ളേ ഇല്ല, അറ്റം വരെ ഇതിനുള്ളില്ല. മരത്തിനുള്ളില്ല ഞങ്ങളുടെ കണ്ടോ. ഏതായാലും ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം മോനെ. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെയാണ് ഞാനും കുക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈക്കലാണ്. ഈ വേരാക്കണേ, ഈ വേരാണ്ട താഴെ. ഈ വേര് ഇതിനെ ചവിട്ടാനേ വയ്ക്കുള്ളൂ. പക്ഷേ ഈ വേരാണ് വൈക്കലാണ്. ചവിട്ടി വൈക്കൽ തുടങ്ങി. പുളിയങ്കുണ്ടിൻ്റെ പുളിയാണിത്. ഇത് പുളിയല്ല, ഇത് വേറെ കാഞ്ഞിരേ. അത് കാഞ്ഞിര. അവിടെ നിന്നട്ടോ ഞാൻ ഇതേ കേട്ട് ഇവിടുന്ന് വാങ്ങിക്കിടക്കാം. ഇതിനെ കുറച്ച് റിസ്ക് പിടിച്ച് കയറണം. മക്കളെ, വെള്ളക്കുപ്പി നമുക്ക് ഇവിടെ വെള്ളക്കുപ്പി ഇവിടെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പുളിയായത് ജൽദി അവനാ വായ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ഇപ്പം മുരിക്കായത്. അതിൻ്റെ അത്ര ഹൈറ്റ് ഇവിടെ അല്ല കേട്ടോ. ഒരെണ്ണം കയറി. ഓക്കെ ടോപ്പിക്ക് എത്തി. ഏകദേശം അല്ല ടോപ്പിക്ക് എത്തി. നമ്മുടെ ഫ്ലാഗ് ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വന്ദേ മാതരം യാ സല്യൂട്ട്. വാവ് കുക്കു. ഭാരതാമ്മേ, ഭാരതമാതാവേ, ജയ് ഹിന്ദ് കണ്ടാ. ഫ്ലാഗിൻ്റെ തണലാട്ടോ അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഫ്ലാഗാണ് നമുക്ക് എന്നും തണല്. വ്യൂ ഉണ്ടോ എൻ്റെ മോനെ, രക്ഷയല്ല. അതിലൊക്കെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകൾ കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് വീടുകൾ താഴത്ത് കാണാൻ വേണ്ടി കഴിയും. ഉണ്ടാ അവിടെ കുറിയിട്ടുണ്ടോ പറഞ്ഞേ? ആ പാറമ്മ ഒരു കുറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കോവി കുറി ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 5 മിനിറ്റ് സമയമുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ നിവർത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ ബെൻഡായിക്കാം. നല്ല രസമുണ്ട്. നേരെ നിൽക്കേണ്ടി
അതിൽ കമ്പി കമ്പി ഞങ്ങളാണ് ഉയർത്തിയത്. അതെ ഞങ്ങളാണ് ഉയർത്തിയത്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ഓക്കെ ഓക്കെ. അതായത് ചെങ്ങന്മാരെ നമുക്ക് കയറിയ വഴി തന്നെയാണ് ഇറങ്ങാനുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു വഴിയൊന്നുമില്ല. ഓ ഇതുണ്ട് ഈ പലക ഇട്ടിക്കണ്. ഇതൊക്കെ കാല് ചവിട്ടാക്കാണ്ട് എൻ്റെ ഞാൻ ഇപ്പം ചവിട്ടിയാണ്. പറയൊക്കെ റെഡിയാക്കി വെക്കാം. ശരിക്കും ചവിട്ട് പോയി കഴിഞ്ഞാൽ അണ്ടകടാസം പോവും. ശ്രദ്ധിക്കണം നമ്മൾ. ഇതിങ്ങനെ ഇറങ്ങാട്ടോ സുഖം. ഞാൻ ഇതിനെ നോക്കട്ടെ കേട്ടോ, ഇതെന്താ സംഭവം എന്ന് അറിയാമല്ലോ. ഇതിൽ അധികം പോക്കൊന്നുമില്ല, അങ്ങനെ പോകാൻ പറ്റിയ വഴിയില്ല ഇതിൽ. ഒന്ന് ഇറങ്ങി കയറി വാ. കുപ്പി അടക്കണ്ടേ ചിലപ്പോൾ നമ്മൾ അതിലെ വഴി ഉണ്ടെങ്കിലോ. ഇത് ഇവിടെ തന്നെ അതാ വഴി കാണുന്നു. അത്ര ഒന്നല്ല, ഇത് അപ്പുറത്തേക്കൊരു വേറെ ഏരിയക്കാണ് നമ്മൾ പോണേ. എന്തായാലും നമുക്ക് പോയോ. അവിടുന്ന് കയറണതല്ലേ അമ്മേ. വവ്വാല് പോയി. ആടാ ഇതിലെ ഇത് കുറച്ച് ഡേഞ്ചറാണ്. മേലെ ചാടി നിൽക്കണ്ടാണേ. ഇതിലെ വലിയൊരു സുഖമൊന്നുമില്ല കാരണം ഇത് ഇടുക്കാൻ പാതയാണ്. ഇറങ്ങിയിട്ട് കയറാൻ നമുക്ക്. ഓ ഇത് വവ്വാൽ ഗുഹ കേട്ടോ. വവ്വാൽ ഗുഹ. ആ ഫ്ലാഷ് അടിക്കുക. ഓക്കെ. വവ്വാൽ ഗുഹയിലൂടെയാണ് നമ്മുടെ യാത്ര. കൊടുത്തല്ല, പക്ഷേ ഇതിൽ ഇറങ്ങാൻ അത്ര വലിയ ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ വാടാ അവിടെയൊക്കെ അല്ലേ. താങ്ങി പോരാ. അതെ, ഒരു ബാലൻസിൽ നമ്മൾ നടന്നു പോകാം. വേണ്ട, ഇനി ഇത്ര ഗ്യാപ്പിലുള്ളൂ. 6 ഗ്യാപ്പിലൂടെ നമ്മൾ പോകണം. അവിടെ താഴത്ത് ഇത് പറഞ്ഞ മാതിരി ഇത് വേറൊരു വഴിയാണ്. ഒരു 2ാം വഴിയാണത്. 2ാം വഴി ലൈറ്റ് കൊണ്ടുടങ്ങി. ഇതിന് വലിയ ഗ്യാപ്പൊന്നുമില്ലേ. ഇത് പറ്റ ചെറിയ ഗ്യാപ്പാണ്. ഇടിഞ്ഞു പൊട്ടിക്കണ ചെരിഞ്ഞാണ്ട് പോണ. ചെരിഞ്ഞ പോക്കാണ് പോളൂ. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇതിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കോ. നമ്മൾ ഈ വഴി ഇറങ്ങിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ മറ്റേ നമ്മളെ മേലത്തെ പാലല്ലേ, ആ പാലം ഇവിടുന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ആരോഗ്യം അത്ര ഉയരം ഞങ്ങൾക്ക് താന്നിട്ടോ ഇറങ്ങി പോന്നു. പിന്നോട്ടേക്ക് ഈ സൈഡുണ്ടോ, അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോരും. വീണ്ടും ഇതന്നെ താഴ്ചക്ക് എന്തേ വില്ലിട്ട് നല്ല പുത്തന കുണ്ടല്ലേ. ഒരു എന്താ നമ്മളവിടെ ഊട്ടിയിലേക്കല്ലേ നിഴൽ റോക്ക് വ്യൂ പോയിന്റ്, അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ചവിട്ടാൻ തന്നെ പേടിയാണല്ലോ. ഈശ്വര പോയാ പോയി. ആ അതാണ് രാത്രി 6 മണി വരെ ഉള്ളൂല്ലോ അത്. അതായത് 6 to 6 ആട്ടോ. ഞാൻ സമയം കൂടി പറഞ്ഞുതരാം. 6 to 6 ആണ്. അപ്പോൾ അതിനിടയിൽ ഇവിടെ എത്തുന്നവർക്ക് കയറാം, ഇല്ലയെന്നാണെങ്കിൽ രാവിലെ കയറാൻ കണ്ട് നമ്മുടെ അടുത്തവർക്കൊക്കെ അതാവും സൗകര്യം എനിക്ക് തോന്നുന്നത്. നമ്മൾ മേലെ കൂടെ പോയിരുന്ന പാലം കണ്ട് ഞങ്ങൾ ആവുമ്പോൾ കൂടിയാണ് നമ്മൾ നേരത്തെ പോയിരുന്നത്. അതിന് മുകളിൽ നമ്മളിത് കണ്ടിട്ടില്ലല്ലേ. അതിൻ്റെ താഴത്തേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരേ ലെവലിലാണ്, വാരയാണ്. ഇതിലെ കയറുന്നതാട്ടോ കുറച്ചുകൂടി റിസ്ക് ആൻഡ് അഡ്വഞ്ചർ. 2 വഴികളാണ് നമുക്കുള്ളത്. അപ്പോൾ ഒന്നിലൂടെ കയറിയിട്ട് ഒന്നിലൂടെ ഇറങ്ങാം, അതാവും നന്നാവാം. ആരാടാ കുപ്പിയൊക്കെ വെച്ചിക്കണ്. അമ്മേ കുപ്പിയാണ്. അതീവ ശ്രദ്ധയോടെ വാട്ടോ. ഇവിടെ പല സംഭവങ്ങളും ഗ്രില്ലുകളും ഇളകി കിടക്കുവാണ്. ഉണ്ടാ വാ നല്ല കാറ്റ് ഈ ഒരു ഇടായി കൂടെയാണ് വരുന്നത്.
ഈ 2 പാറയുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഗ്യാപ്പ് കൂടെ പോകണത്. മൊത്തം 3 പാറയാണ്, അതിൻ്റെ ഒരു ഗ്യാപ്പാണ് അത്. മേലേക്കും അത് അതേപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം പോയിരുന്നത് ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ. ഓ ഇതിങ്ങനെ താഴെ വരെ അങ്ങനെ തന്നെയാണ്. താഴെ പോയിട്ട് അതിലെ വഴിയുണ്ട്. വാ ഇതിൽ തന്നെ ഇറങ്ങി പോവാം. ഇതേ കടും കുത്തന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടുള്ളത്. ബാക്ക് ഇറങ്ങണോ? ബാക്കും പറ്റും ഫ്രണ്ടും പറ്റും. എങ്ങനെ ഇറങ്ങാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഞങ്ങൾ വമ്പം കുത്തനെയാണ്. പിടിക്കാനും നമുക്കൊരാളുടെ ശരീരത്തിലുള്ള ഗ്യാപ്പ് ഇതിനകത്തുള്ളതാ. ഒരാൾക്ക് ശരീരത്തിലുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എൻ്റെ മോനെ ഇവിടെ കണ്ടങ്ങൾ ഇതിലൊക്കെ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ പണിയാവും. താഴത്തേക്ക് പോവാം. ഉണ്ടോ ഇവിടെ ഈ ഗ്രില്ല് പോയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കണ്ടോ ഇവിടെ ചവിട്ടുമ്പോൾ. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകണം. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കട്ടോ. ഗ്രില്ല് അവിടെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും സുഖം ഇങ്ങനെ ഇറങ്ങാനായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറെക്കുറെയൊക്കെ സുഖമായിട്ട് ഇറങ്ങി സ്പീഡിൽ ഇറങ്ങാൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ആവില്ലേ, ഈ ലാൻഡിങ് ഇവിടെ നോക്കണ്ടോ. ഒറ്റ ഗ്രില്ല് പോയിന് ഈ കമ്പിയുള്ളോട്ട് ചവിട്ടിയാൽ മതിയേ. വെരി ഡേഞ്ചറാണ് സംഭവം. നമ്മൾ നിസ്സാരേ കാണരുത്. മൊത്തത്തിൽ പോയതാടി താഴ്ച ഗ്രില്ലൊക്കെ വീണില്ലേ അമ്മത്തെ. ഇവിടെ ഗ്രില്ല് കംപ്ലൈൻ്റ് ആണ്. അവിടെയൊക്കെ കംപ്ലൈൻറ്റാ. അതൊക്കെ ആളുകൾ ഇഷ്ടം പോലെ വന്ന് കയറി ചവിട്ടിയിട്ട് ആ വെയിറ്റ് കൊണ്ട് ആ സാധനം പിന്നെ മഴയൊക്കെ തട്ടി തുരും പിടിച്ച് പോയേക്കത്. പെയിൻ്റ് ഒന്നും ഇല്ല വേണ്ടത്. ഇന്നത്തെ പെയിൻ്റൊക്കെ പോയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇതിലെ കയറുന്നതും വ്യത്യാസമുണ്ടോ വെച്ചാൽ വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ചുകൂടി കയറാൻ സുഖം അതിൽ തന്നെയാണല്ലോ. അപ്പുറത്ത് കൂടെ ആയിക്കൂടെ ഇതിലെ കുറച്ച് റിസ്ക്കാണ് കയറിപ്പോകാനും ഇറങ്ങാനും റിസ്ക്കാണ്. പക്ഷേങ്കിൽ നമുക്ക് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് റിസ്ക്. നമ്മളിതൊക്കെ അങ്ങനെ ചാടി ചേലായില്ലേ. ചേലായി പോ. ഇവിടെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് സ്ലോപ്പാണ്. ഇവിടെ എന്തായാലും ബാക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുള്ളൂ. അടിയിലേക്ക് എത്താനായി നമ്മൾ. ഇനി ഒരു പടിയും കൂടി ഇറങ്ങി നമ്മൾ താറ്റിക്ക് എത്തും. മേലക്കണ്ട അവിടെ നിന്നാണ് ഇതൊക്കെ നമ്മൾ കയറി ഇറങ്ങിയതോടാ. ഒരു ഇളങ്കാറ്റ് ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇളങ്കാറ്റുകൾ തേങ്ങാക്കുലകളാടുന്നു. ഇവിടെ ഒന്നും വ്യൂ ഉണ്ടാവില്ല കേട്ടോ. ഗ്രില്ലൊക്കെ പോയിക്കണം. ഇതിന് ഗ്രില്ലെന്നല്ല കേട്ടോ. നമ്മൾ ചവിട്ടുമ്പോൾ നോക്കണ്ടോ. യാറ് ഞങ്ങളെ ഭയമുറുത്തറേ. ഇതിലെ റിസ്ക്കാണ്. നിങ്ങൾക്ക് കയറി പോകണ്ട. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ പോവാൻ. ആ മേലേക്ക് കണ്ട നമ്മളാ പോയിരുന്ന സ്റ്റെപ്പൊക്കെ കാണാൻ വേണ്ടി കഴിയണ്ടല്ലേ. അഡ്വഞ്ചറാണ്, അടിപൊളിയാണ്. ഇനി നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പോയി നോക്കാം. അവിടെ മഴയാണെങ്കിൽ പറ്റൂല. പാറ വഴിക്കലും കാര്യം ഈ ഇരുമ്പൊക്കെ വഴിക്കലൊക്കെ ഉണ്ടാവും. അപകടം ഉണ്ടാവും. അതെ വരുന്നുണ്ടെങ്കിൽ വേനൽക്കാലം കണ്ടുവരണം. ഇവിടെ എപ്പോഴും മഴക്കാലം ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നമ്മൾ കയറി ഇറങ്ങി പോകുന്ന വഴിയാണ് ആ കാണുന്നത്. എങ്ങനെയുണ്ട്? ഒരു ഇടായിയാണിത്. ഇതൊരു ഇടായിയാണ്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടിൻ്റെ അടുത്തേക്കൊന്നും എത്തിയില്ല. ഇതിലെ കണ്ടിരുന്ന ആ ചെറിയ വഴിയിൽ നമ്മൾ പോകുന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു ചെറിയ വഴി. ആ വഴിയിലേക്ക്, ആ ചവിട്ട് വഴിയിലേക്കാണ് നമ്മൾ ഇത് എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുയ്യാനക്കൂട്ടം ഉണ്ട് ഇവിടെ. കുയ്യാനക്കൂട്ടം. ഉണ്ടോ വ്യൂ ഉണ്ടോ? താഴത്തേക്ക് എത്തി. എടാ നമ്മൾ പോളിഷായോ? അതിൽ തന്നെ കയറി പോകേണ്ടി വരുമോ? ഇതിലെ വഴിയൊന്നും കാണാനല്ല ഗൈസ്. ഇതിലെ വഴികളൊന്നും കാണാനല്ല. നമ്മൾ ഫുള്ളായി. നമ്മൾ പെട്ടു ഗൈസ്. പെട്ടു. അതിലെ ഉറപ്പാ എന്നാ പിന്നെ ഇവിടെ വ്യൂ കണ്ടിട്ട് അങ്ങ് പോവാം. പാറപ്പുറം കണ്ട ഇതിൻ്റെ മേലേക്ക് നമ്മൾ കയറി. ഈശ്വരാ എന്തോ ഒരു പാറയത്, അസാധ്യ പാറയാണ്. അതിലുണ്ടല്ലോ വഴി. ഞാൻ കരുതി നമ്മൾ പെട്ടു. ഇത് ഹൈഡാണേ. ശരിക്കും നമ്മൾ ഇതിലോ ഇറങ്ങി വരണ്ടേ അല്ലേ? അതെ. ഇതിലൊന്നും ആരും അധികം പോക്കില്ലെന്ന് തോന്നുന്നു. അത്രയും ഡേഞ്ചർ ഏരിയ ആണോ
അല്ല പുതിയ നരിയൊക്കെ ഉണ്ടാവുമോ? കിട്ടിയാല് രണ്ടല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ രണ്ടോ മാത്രമേ ഉള്ളൂ അല്ലേ? ഇറച്ചില്ലല്ലോ. തല മാത്രം ഉണ്ടാവുള്ളൂ. തീരല്ലാത്ത സംഭവമാണ് നമുക്കത്. വൈകള് അത് പ്രധാനം ചെയ്യുന്നത് അഡ്വഞ്ചർ തന്നെയാണ്. പൊക്കോടാ പൊക്കോ. സത്യം പറഞ്ഞാൽ കയറി പോകുന്നതിനെക്കാട്ടിലും നമുക്ക് റിസ്ക് തോന്നിയിരിക്കുന്നത് ഇറങ്ങി പോരാനല്ലോ ഇപ്പം. കാരണം വഴികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് കഴിയും. ഇറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട്. അത് ശരി. ഒരു മരം കയറാൻ നമുക്ക് കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നതാണ് കുക്ക് പറയണത്. ഏതായാലും വളരെ മോശപ്പെട്ട വഴിയാണ്. പിന്നെ ഒറ്റയ്ക്കൊന്നും ആരും വരരുത്. ഒറ്റയ്ക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല, അപകടമുണ്ട്. നമുക്ക് ഒരു മേലെന്ന് ഹെൽപ്പിന് ഒരാളെ ചോദിക്കാറാണ്. മേലെ ഒന്നും ആളുകളുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലേ, ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഒരാൾ വന്നത്. ഇത്ര നേരം ആരും ഇല്ലായിരുന്നു. അതാ പറഞ്ഞത്. പേടിച്ച് കഴിഞ്ഞിട്ടോ. അതെ, പേടിച്ചാൽ കഴിഞ്ഞു. പേടിക്കാനുള്ള വകുപ്പുണ്ട് ലുക്കോ. വവ്വാലുകൾ അതിനകത്ത് കൂടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവും. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയാനക ഫീലാവും. ഏകദേശമൊക്കെ താഴത്തേക്ക് എത്തിട്ടോ. പറണ്ട നേരെ പോയി പോന്നല്ലേ നമ്മള്. ആരാണല്ലേ ഈ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് സാധാരണ കയറിൽ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ആരോ മാർക്ക്. നമ്മൾ കയറിയത് അതിലാണ്. അപ്പോൾ അതിലാണ് പറഞ്ഞുതരാനും ചോദിക്കാൻ നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ. ഇല്ല, പറഞ്ഞുതരാൻ ആരില്ല, നമുക്ക് ചോദിക്കാൻ ഭാഷ അറിയില്ല. ഇത് നമ്മൾ താഴത്തുനിന്ന് പോന്നപ്പോൾ കണ്ടിരുന്ന വഴിയാണ്. അതിലേക്കാണ് ഇത് എത്തുന്നത്. അതിപ്പോ ഫോറസ്റ്റ് നമ്മളത് പൂച്ചെടി. ഇതിന്റെ ഈ കായ തിന്നല്ലേ. ഇപ്പോൾ ഈ കായ ഉണ്ടല്ലോ, ഇത് തിന്നാൻ പറ്റും. നമ്മൾ തിന്നുന്നില്ല, തിന്നാൻ പറ്റും. അത് ഞങ്ങൾ തിന്നിരുന്നു. അതൊക്കെ തിന്നിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇതിലെ കയറിപ്പോയി ഇതിലിറങ്ങിപ്പോന്നു കേട്ടോ. അത് ഫുള്ള് കയറിപ്പോയി. അതിൻ്റെ ഇടയിലൂടെ ഇതിലേക്കാണ് നമ്മൾ അങ്ങനെ പോവുക. ചുറ്റിക്കറങ്ങി അങ്ങനെ മലൻ്റെ ഉള്ളിലേക്ക് പോവുക. പാറൻ്റെ ഉള്ളിലേക്ക് മേലേക്ക് എത്തുന്നിട്ട് നമുക്ക് വണ്ടീൻ്റെ അടുത്ത് കേൾക്കാം. നമ്മളെ വണ്ടിക്ക് ലോക്കും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിക്കണമെന്നില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവിടെ പിന്നെ ആരും അങ്ങനെ വരാനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോകാം. പിന്നെ നമ്മളടുത്തൊന്നും കൊണ്ടുപോകില്ല. അതിൽ കുറേ പായരുണ്ട്. പായരം കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. അല്ലാപ്പം എന്താ പറയുക നോക്കുമോ. വണ്ടി അവിടെ ജീവനോടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പോകണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കുക തന്നെ വേണം. നമ്മളുടെ വാതിൽ തുറക്കട്ടെ. വാതിൽ തുറന്നു. എല്ലാ സാധനമുണ്ട്. ഒന്നും പോയില്ല. എല്ലാം ഒന്നും പോയില്ല. ഓക്കെ അത് കഴിക്കണമെന്നില്ല. അപ്പോൾ എങ്കിൽ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഈ റൂട്ടിലേക്കാണ്. ഈ റോഡ് എത്തുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എത്തുമില്ല അറിയില്ല. എത്തുന്നിടത്ത് കിടന്നുറങ്ങുന്നുള്ള ഇതിലാണ് ഞങ്ങളുടെ യാത്ര ചെയ്യുന്നത്. തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ കയറാനുണ്ട്. ചെക്ക് പോസ്റ്റിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്താ അറിയില്ല. പോയി നോക്കാം നമുക്ക്. ഓക്കെ, ബൈ.